ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മികച്ച ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രസിഡൻറ്റുമായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മികച്ച ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രസിഡൻറ്റുമായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു എ ഗുഡ് സയൻറ്റിസ്റ്റ്, ഒരു നല്ല ശാസ്ത്രജ്ഞൻ. ആൻഡ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസിഡൻറ്റും. നമുക്ക് നോക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, ഒരു മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു. ആൻഡ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായിരുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ദർശനം എന്ന പേരിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. നിങ്ങൾ മനസ്സിൽ അടിയിലുള്ള ടെക്സ്റ്റ് നോക്കാതെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പേപ്പറിലൊക്കെ. ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ദർശനം എന്ന പേരിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ഹീ മെയ്ഡ് എ സ്പീച്ച്, അദ്ദേഹം ഒരു പ്രസംഗം നടത്തി, അല്ലെ ഹീ ഡെലിവേർഡ് എ സ്പീച്ച്, അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. എബൌട്ട് ഇന്ത്യ, ഇന്ത്യയെക്കുറിച്ച്. എബൌട്ട് മൈ വിഷൻ, എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ദർശനം. ഇവിടെ നമുക്ക് നോക്കാം എന്താ പറഞ്ഞത്. ഹീ ഗെയ്വ് എ സ്പീച്ച്, അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ഗിവ് എന്ന് പറഞ്ഞാൽ നൽകുക എന്നർത്ഥം. ഇവിടെ ഒരു പ്രസംഗം നൽകി എന്ന് പറഞ്ഞാൽ ഹീ ഗെയ്വ് എ സ്പീച്ച്, അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. കോൾഡ് മൈ വിഷൻ ഫോർ ഇന്ത്യ, ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ചില കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ദർശനം. ഇന്ത്യക്കായി താനുണ്ടായിരുന്ന 3 വലിയ സ്വപ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കായി തനിക്കുണ്ടായിരുന്ന നാട്ടോ, ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന 3 വലിയ സ്വപ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഹീ സെറ്റ്, അദ്ദേഹം പറഞ്ഞു 3 വിഷൻസ്, 3 കാഴ്ചപ്പാടുകൾ എബൌട്ട് ഇന്ത്യ, ഇന്ത്യയെക്കുറിച്ചുള്ള. നമുക്ക് നോക്കാം. ഹീ ടോൾഡ് അസ്, അദ്ദേഹം നമ്മളോട് പറഞ്ഞു. 3 ബിഗ് ഡ്രീംസ്, 3 വലിയ സ്വപ്നങ്ങൾ. ഹി ഹാസ് ഫോർ ഇന്ത്യ, ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള. ഓക്കെ, ഇനി നമ്മൾ 1ാം ദർശനത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വിഷൻ. വളരെ കാലം മുമ്പ് നിരവധി ആളുകൾ ഇന്ത്യയെ ഭരിച്ചു. വളരെ കാലം മുമ്പ് നിരവധി ആളുകൾ ഇന്ത്യയെ ഭരിച്ചു. ലോങ് ഇയേഴ്സ് എഗോ മെനി പീപ്പിൾ റൂൾഡ് ഇന്ത്യ, ഒരുപാട് ആളുകൾ ഇന്ത്യയെ ഭരിച്ചു. ഇവിടെ നോക്കാം. ലോങ് എഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ കാലങ്ങൾക്ക് മുമ്പ്. മെനി പീപ്പിൾ കെയിം, ഒരുപാട് ആളുകൾ വന്നു. ആൻഡ് റൂൾഡ് ഇന്ത്യ, ഇന്ത്യ ഭരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ ഒരിക്കലും മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചില്ല. പക്ഷേ ഇന്ത്യ നെവർ അറ്റാക്ക്ഡ് അതർ കൺട്രീസ്, ഇന്ത്യ ഒരിക്കലും മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചില്ല. നമുക്ക് നോക്കാം. ബട്ട് ഇന്ത്യ നെവർ അറ്റാക്ക്ഡ് അതർ കൺട്രീസ്. യെസ്, ഇന്ത്യ ഒരിക്കലും മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചില്ല. നമ്മൾ സമാധാനവും സ്വാതന്ത്ര്യവും ഇഷ്ടപ്പെടുന്നു. വി ലവ് പീസ് ആൻഡ് ഫ്രീഡം. 1947 ഇന്ത്യ സ്വതന്ത്രമായി. 1947 ഇന്ത്യ സ്വതന്ത്രമായി. ഇൻ 1947 ഇന്ത്യ ബിക്കെയിം ഫ്രീ, ഇന്ത്യ സ്വതന്ത്രമായി. ഓർ ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഓൺ 1947. ഇൻ 1947, 1947. ഇവിടെ ഉള്ളത് ഇന്ത്യ ബിക്കെയിം ഫ്രീ ഇൻ 1947, 1947 ഇന്ത്യ സ്വതന്ത്രമായി. ഈ സ്വാതന്ത്ര്യം നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കണം. വി ഹാവ് ടു പ്രിസർവ്, നമ്മൾ സംരക്ഷിക്കണം, അല്ലെങ്കിൽ സൂക്ഷിക്കണം. ദിസ് ഫ്രീഡം, ഈ സ്വാതന്ത്ര്യം, വെരി സേഫ്ലി, വളരെ സുരക്ഷിതമായി. നമുക്ക് നോക്കാം. വി മസ്റ്റ് കീപ് ദിസ് ഫ്രീഡം സേഫ്, നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യത്തെ സുരക്ഷിതമായിട്ട് പരിപാലിക്കണം. ഇതൊക്കെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ആണ്. ഒരു ലിറ്റററിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിലോ യൂസേജുകൾ അത്ര ആപ്റ്റല്ല.
നമ്മളെ പർപ്പസ് സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും എന്നറിയാത്ത ആളുകൾക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സെറ്റായത്. നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആളുകൾ നമ്മളെ ബഹുമാനിക്കില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സേഫായിട്ട് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, അത് കാത്തു സൂക്ഷിക്കണം എന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആളുകൾ നമ്മളെ ബഹുമാനിക്കില്ല. പീപ്പിൾ ഡോണ്ട് കെയർ ഫോർ അസ്, അല്ലെങ്കിൽ പീപ്പിൾ വിൽ നോട്ട് റെസ്പെക്റ്റ് അസ്, ആളുകൾ നമ്മളെ ബഹുമാനിക്കില്ല. ഇഫ് വി ഡോണ്ട് കെയർ ഫോർ ഇറ്റ്, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. നമുക്ക് നോക്കാം. ഇഫ് വി ഡോണ്ട് കെയർ ഫോർ ഇറ്റ്, നമ്മളത് കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പീപ്പിൾ വോണ്ട് റെസ്പെക്റ്റ് അസ്, പീപ്പിൾ വിൽ നോട്ട് റെസ്പെക്റ്റ് അസ്, ആളുകൾ നമ്മളെ ബഹുമാനിക്കില്ല. ഒന്നാമത്തെ വിഷയം കഴിഞ്ഞു. രണ്ടാം ദർശനം, വികസനം. ഇന്ത്യ വളരുകയാണ്. ഇന്ത്യ ഈസ് ഗ്രോയിങ്, ഇന്ത്യ വളരുകയാണ്. ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് ജോലിയുണ്ട്. ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് ജോലിയുണ്ട്. നൗ മെനി പീപ്പിൾ ഹാവ് ജോബ്സ്. ഇവിടെ മോർ പീപ്പിൾ ഹാവ് ജോബ്സ് നൗ. ഒക്കെ കറക്റ്റാണ്. ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു. ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു. ആസ് എ കൺട്രി, ഒരു രാജ്യം എന്ന നിലയിൽ വി ഏൺ, നമ്മൾ സമ്പാദിക്കുന്നു മോർ മണി, കൂടുതൽ പണം. നമുക്ക് നോക്കാം. വി മേക്ക് മോർ മണി, നമ്മൾ ഉണ്ടാക്കുന്നു ഒരുപാട് പണം. ആസ് എ കൺട്രി, ഒരു രാജ്യം എന്ന നിലയിൽ. എന്നാൽ ചില ഇന്ത്യക്കാർ ഇപ്പോഴും ദുർബലരാണെന്ന് തോന്നുന്നു. എന്നാൽ ബട്ട് സം ഇന്ത്യൻസ് സ്റ്റിൽ ഫീൽ വീക്ക്. ചില ഇന്ത്യക്കാർ ഇപ്പോഴും വളരെ ദുർബലരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആർ സ്റ്റിൽ വീക്ക്, അവർ ഇപ്പോഴും വളരെ വീക്കാണ്, അത്ര സമ്പാദിക്കുന്നൊന്നുമില്ല. ഡോക്ടർ കലാം പറയുന്നു നമ്മൾ ശക്തരും അഭിമാനികളുമാവണം. ഡോക്ടർ കലാം സെയ്സ് വി മസ്റ്റ് ഫീൽ സ്ട്രോങ് ആൻഡ് പ്രൗഡ്. നമ്മൾ ശക്തരാവണം, ആൻഡ് പ്രൗഡ്, അഭിമാനികളുമാവണം. ഇന്ത്യ ഒരു സമ്പന്നവും ശക്തവുമായ രാജ്യമാകണമെന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഒരു സമ്പന്നവും ശക്തവുമായ രാജ്യമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹം ആഗ്രഹിക്കുന്നു ദാറ്റ് ഇന്ത്യ ഇന്ത്യ ആവണം എ സ്ട്രോങ് ആൻഡ് വെൽത്തി സ്റ്റേറ്റ്. നമുക്ക് നോക്കാം. അദ്ദേഹം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണം, ഇന്ത്യ ആവണം എ റിച്ച്, ഒരു സമ്പന്നമായ, ആൻഡ് സ്ട്രോങ്, നല്ല കരുത്തുള്ള കൺട്രി. പല രീതിയിൽ പറയട്ടോ. നെക്സ്റ്റ്, മൂന്നാം ദർശനം. അദ്ദേഹം പവറിനെ കുറിച്ചാണ് പറയുന്നത്. ശക്തമായ രാജ്യങ്ങളെ ആളുകൾ ബഹുമാനിക്കുന്നു. പീപ്പിൾ റെസ്പെക്റ്റ് സ്ട്രോങ് കൺട്രീസ്. ജനങ്ങൾ ശക്തരായ, കരുത്തരായ രാജ്യങ്ങളെ ബഹുമാനിക്കുന്നു. അപ്പോൾ ഇന്ത്യ പണത്തിലും സൈന്യത്തിലും ശക്തമാകണം. സോ ഇന്ത്യ മസ്റ്റ് ബി സ്ട്രോങ്. ഇന്ത്യ ശക്തമായിരിക്കണം. ഇൻ മണി ആൻഡ് മിലിറ്ററി. സോ ഇന്ത്യ മസ്റ്റ് ബി സ്ട്രോങ് ഇൻ മണി ആൻഡ് ആർമി. ഇന്ത്യ പണത്തിലും സൈന്യത്തിലും ശക്തമാകണം. അപ്പോൾ ലോകം നമ്മളെ ബഹുമാനിക്കും. അപ്പോൾ ദ വേൾഡ് വിൽ റെസ്പെക്റ്റ് അസ്. ലോകം നമ്മളെ ബഹുമാനിക്കും. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മിഷൻ, അല്ലെങ്കിൽ അവസാനത്തെ മിഷനാണ്. സർക്കാരിനെക്കുറിച്ച് എപ്പോഴും മോശം കാര്യങ്ങൾ പറയരുത്. സർക്കാരിനെക്കുറിച്ച് എപ്പോഴും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ പറയരുത്. അദ്ദേഹം പറയാം, ഡോണ്ട് ഓൾവേസ് സേ ബാഡ് തിങ്സ്. നിങ്ങൾ എല്ലായ്പ്പോഴും മോശം കാര്യങ്ങൾ പറയും എബൌട്ട് ദ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ, ഡോണ്ട് ഓൾവേസ് ബ്ലെയിം ഗവൺമെൻറ്. എപ്പോഴും ഗവൺമെൻറ്റിനെ കുറ്റം പറയരുത്. നിങ്ങളുടെ ജോലി ചെയ്യുക, രാജ്യത്തെ സഹായിക്കുക. ഡു യുവർ ഡ്യൂട്ടി ഓർ ഡു യുവർ വർക്ക് ആൻഡ് ഹെൽപ്പ് ദ കൺട്രി. നമ്മളെല്ലാവരും സഹായിച്ചാൽ അമേരിക്കയെയോ യൂറോപ്പിനെയോ പോലെ ഇന്ത്യക്ക് മഹത്തരമാകാൻ കഴിയും. ഇഫ് വി ഓൾ ഹെൽപ്പ്, നമ്മളെല്ലാവരും സഹായിച്ചാൽ, ഇന്ത്യ ക്യാൻ ബി ഗ്രേറ്റ്. ഇന്ത്യക്ക് വലുതാവാൻ പറ്റും. ലൈക്ക് അമേരിക്ക ആൻഡ് യൂറോപ്പ്, അമേരിക്കയും യൂറോപ്പും പോലെയൊക്കെ.
ഓക്കെ ഫൈൻ.